പാലക്കാട് എലപ്പുള്ളിയിൽ കുടിവെള്ളം മുട്ടിക്കുന്ന മദ്യനിർമ്മാണശാല സ്ഥാപിക്കരുതെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ പ്രക്ഷോഭം കരുത്താർജിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കെന്ന് പറഞ്ഞെത്തിയ മദ്യക്കമ്പനിക്കാരെ ജനം തടഞ്ഞിരുന്നു. ഇന്ന് പ്രദേശത്ത് സംസ്ഥാനതല സമ്മേളനം നടക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യനിർമ്മാണത്തിനുള്ള സ്പിരിറ്റ് വാങ്ങുന്നതിന്റെ നഷ്ടം ഒഴിവാക്കാമെന്നതാണ് സർക്കാരിന്റെ ന്യായം. അതായത് ഇപ്പോൾ തന്നെ അമിത ലാഭമുള്ള മദ്യക്കച്ചവടത്തെ കൊള്ളസങ്കേതമാക്കാനുള്ള ചതുരുപായങ്ങളിലാണ് സർക്കാർ. മദ്യവും മയക്കുമരുന്നും കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമായി മാറിയതുപോലും സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നില്ല. ക്ഷേമത്തെക്കാൾ ലാഭത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. മദ്യക്കമ്പനിയെ വാഴിക്കാൻ എലപ്പുള്ളിക്കാരെ വീഴിക്കരുത്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ 600 കോടി നിക്ഷേപത്തിൽ വൻകിട മദ്യനിർമ്മാണത്തിനാണ് മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് കമ്പനിക്ക് എക്സൈസ് വകുപ്പ് അനുമതി നൽകിയത്. പഞ്ചായത്തിനോട് ആലോചിക്കുക പോലും ചെയ്യാതെയുള്ള സർക്കാർ തീരുമാനം അറിഞ്ഞതു മുതൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. കോൺഗ്രസും BJPയും ജനങ്ങൾക്കൊപ്പമുണ്ട്. 4 ഘട്ടമായി 500 കിലോ ലിറ്റർ ശേഷിയുള്ള എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവയുൾപ്പെട്ട മദ്യനിർമ്മാണ കേന്ദ്രമാണ് ലക്ഷ്യമിടുന്നത്. മദ്യനിർമ്മാണത്തിനാവശ്യമായ ഏകദേശം 80 ലക്ഷം ലിറ്റർ സ്പിരിറ്റ് പ്രതിമാസം മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പഞ്ചാബ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് കാരണം GSTയിൽ 210 കോടിയുടെ നഷ്ടമുണ്ടെന്നാണ് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞത്. നിലവിൽ കിട്ടുന്ന 16,000 കോടിയിലധികം രൂപയുടെ മദ്യലാഭത്തിലേക്ക് ഇതുകൂടി ചേർക്കാൻ ജലദൗർലഭ്യമുള്ള ഗ്രാമത്തെ ഒരു മദ്യക്കമ്പനിക്ക് വിൽക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. മലയാളിയെ അനാരോഗ്യത്തിലേക്കും അക്രമാസക്തിയിലേക്കും കുടുംബ തകർച്ചകളിലേക്കും വലിച്ചെറിയുന്ന മദ്യവിൽപ്പനയിലൂടെ സർക്കാരിന് കിട്ടുന്ന ലാഭം നിസ്സാരമല്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ നടന്നത് 19,561.85 കോടിയുടെ മദ്യവിൽപ്പനയാണ്. 2023-24 ഇത് 19,088.68 കോടിയുടെയും 2022-23 18,510.98 കോടിയുടേതുമായിരുന്നു. വിൽക്കുന്നതിന്റെ ഒട്ടുമുക്കാലും ലാഭമാണ്. അതായത് നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് എത്തുന്ന വരുമാനം വർഷം ഏകദേശം 17,000 കോടിയോടടുക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ 2025 മാർച്ച് 31 വരെ ബാർ ലൈസൻസ് ഫീസ് ഇനത്തിൽ ഖജനാവിലെത്തിയത് 1,225.7 കോടി രൂപ. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് സ്പിരിറ്റ് ഇറക്കുമതിയുടെ 210 കോടി ലാഭിക്കാൻ എലപ്പുള്ളിയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നത്. മദ്യക്കമ്പനി പൂർണ്ണമായി പ്രവർത്തന സജ്ജമായാൽ പ്രതിദിനം വേണ്ടിവരുന്നത് 5 ലക്ഷം ലിറ്റർ വെള്ളമാണ്. ഭൂവിനിയോഗം, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം, കുടിവെള്ള വിതരണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ പൂർണ്ണമായും പഞ്ചായത്തിന്റെ അധികാര പരിധിയിലാണെങ്കിലും അതിനെയൊക്കെ മറികടന്നാണ് മന്ത്രിസഭ മദ്യക്കമ്പനിക്ക് വേണ്ടി തീരുമാനമെടുത്തത്. അനുമതി കൊടുത്തത് സുതാര്യമായിട്ടല്ലെന്ന ആരോപണവുമുണ്ട്. കമ്പനി പുറന്തള്ളുന്ന മാലിന്യം എങ്ങനെ സംസ്കരിക്കുമെന്നതിനെക്കുറിച്ച് കൃത്യമായ മറുപടിയില്ല. ഭൂഗർഭ ജലമല്ല, മലമ്പുഴ ഡാമിൽ നിന്ന് എത്തിക്കുന്ന ജലമാണ് കമ്പനി ഉപയോഗിക്കുന്നതെന്ന സർക്കാരിന്റെ വിശദീകരണം ഘടകകക്ഷിയായ CPI പോലും മുഖവിലക്കെടുത്തിട്ടില്ല. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന വരണ്ട പ്രദേശമായതിനാൽ എലപ്പുള്ളിയിൽ നെൽകൃഷിക്ക് വെള്ളം തീരെയില്ല. പലരും കൃഷി ഉപേക്ഷിച്ചു. കുടിവെള്ളത്തിനും ക്ഷാമമാണ്. പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിച്ച സ്വാഗത സംഘവും കർഷക, പരിസ്ഥിതി, മനുഷ്യാവകാശ, മദ്യവിരുദ്ധ ഗാന്ധിയൻ സംഘടനകളും ചേർന്ന് രൂപീകരിച്ച ഗാന്ധിയൻ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് പ്രൊപ്പോസ്ഡ് ബ്രൂവറി അറ്റ് എലപ്പുള്ളി എന്ന പ്രസ്ഥാനമാണ് ഇന്ന് സംസ്ഥാനതല സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പദ്ധതിക്ക് നൽകിയ പ്രാഥമികാനുമതി റദ്ദാക്കണമെന്ന് ചെയർമാൻ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ ഇടതുമുന്നണി അതിന് ഘടകവിരുദ്ധമായ ഭരണമാണ് നടത്തുന്നത്. എലപ്പുള്ളിയിൽ പിന്നോട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ജനങ്ങൾ അതൃപ്തരാണ്. സിൽവർ ലൈന് വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യരുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയതുപോലെ അപക്വമായ നടപടിയായി ഇതും മാറരുത്. ലോക കമ്പനിയായ കൊക്കക്കോളയെ കെട്ടുകെട്ടിച്ചത് പ്ലാച്ചിമടയിലെ ആദിവാസികൾ ഉൾപ്പെടുന്ന പാവങ്ങളായിരുന്നു. പഞ്ചായത്തുകളെ മറികടന്ന് തീരുമാനമെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കാം. പക്ഷേ ജനവിരുദ്ധ തീരുമാനങ്ങൾ എടുക്കുന്ന മന്ത്രിസഭകളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ജനാധിപത്യം അതിനും മുകളിലാണെന്ന് മറക്കരുത്. സിംഗൂരിലും നന്ദിഗ്രാമിലും അതിന്റെ സ്മാരകങ്ങളുണ്ട്, ധാർഷ്ട്യത്തിന്റെ കബറിടങ്ങൾ പോലെ.